ഫോർമുല കൊണ്ട് നമുക്ക് ആക്റ്റീവ് ടു പാസീവ് ഫുൾ സെറ്റ് ആക്കാം എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കോ? അപ്പോൾ എവരിവൺ വെൽക്കം ബാക്ക് ടു ഏഗൻ ലേണിംഗ് ആൻഡ് ടുഡേ വി ആർ ഡീലിംഗ് വിത്ത് ആക്റ്റീവ് ടു പാസീവ് വോയിസ്. ഓക്കെ, ആക്റ്റീവ് ആൻഡ് പാസീവ് വോയിസിൽ ആക്റ്റീവ് ടു പാസീവ് കൺവേർഷൻ ആണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിൽ ഞാൻ പറഞ്ഞു വെറും 3 ഫോർമുല നമ്മൾ പഠിക്കാൻ പോകുന്നുള്ളൂ. എങ്ങനെയാണ് നമ്മൾ ഇതിനെ ഒന്ന് ഡീൽ ചെയ്യാൻ പോകുന്നത്? നമ്മൾ ആദ്യം സിമ്പിൾ പ്രസന്റ്, സിമ്പിൾ പാസ്റ്റ് ആൻഡ് സിമ്പിൾ ഫ്യൂച്ചർ ഒറ്റയടിക്ക് പഠിക്കാൻ പോവാണ്. ഓക്കെ, അപ്പോൾ സിമ്പിൾ പ്രസന്റിലുള്ള ഒരു കൺവേർഷൻ ഞാൻ കാണിച്ചു തരാം. ഹി റൈറ്റ്സ് എ ലെറ്റർ ഇസ് റിട്ടൺ ബൈ ഹിം. സെയിം പാറ്റേൺ ആണ് സിമ്പിൾ പാസ്റ്റ് ആൻഡ് സിമ്പിൾ ഫ്യൂച്ചർ. എങ്ങനെയാണെന്ന് നോക്കാം. ഓക്കെ, ഇതിനെ നമ്മൾ കൺവേർട്ട് ചെയ്യുമ്പോൾ ഒബ്ജക്റ്റ് പ്ലസ് is am are plus v3 plus by plus p എന്നുള്ളൊരു പാറ്റേണിലാണ് നമ്മുടെ ഈ സിമ്പിൾ സംഭവത്തിലെ കൺവേർഷൻസ് വരുന്നത്. ഓക്കെ, അപ്പം നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഒബ്ജക്റ്റ് എന്താണ്? ഒബ്ജക്റ്റ് a letter. ഓക്കെ, is am are is v3 written right wrote written അല്ലെ, written by him. ഓക്കെ, ഇനി ഇത് തന്നെ സിമ്പിൾ പാസ്റ്റിലേക്ക് പോവാണ്. സിമ്പിൾ പാസ്റ്റിലാവുമ്പോൾ ഹി റൈറ്റ്സ് എ ലെറ്റർ എന്താവും? ഹി റോട്ട് എ ലെറ്റർ ആവും അല്ലേ? അപ്പം നമ്മൾ കൺവേർട്ട് ചെയ്യാൻ പോകുന്നത് ഹി റോട്ട് എ ലെറ്റർ എന്നുള്ള സെൻറ്റൻസിനെയാണ്. അപ്പം ഇതിനെ നമ്മൾ കൺവേർട്ട് ചെയ്യുമ്പോൾ എങ്ങനെ വരും? എ ലെറ്റർ. ഇനി നിങ്ങൾ നോക്കുക, ഇസ് ആം ആർ പ്രസന്റ് ആണെങ്കിൽ നമ്മൾ അതിനെ പാസ്റ്റിലാക്കുമ്പോൾ അത് എന്താവും? വാസ് വെർ ആവും അല്ലേ? അപ്പോൾ എ ലെറ്റർ വാസ് റിട്ടൺ by him. ഓക്കെ, ഇനി ഇതേ സംഭവം നമ്മൾ ഫ്യൂച്ചറിൽ നോക്കാം. ഫ്യൂച്ചർ ആവുമ്പോൾ he will write a letter എന്ന് വരും. ഓക്കെ, he will write a letter. ഇതിനെ നമ്മൾ എങ്ങനെ കൺവേർട്ട് ചെയ്യും? a letter. ഇവിടെ was were വന്നുല്ലേ പാസ്റ്റിൽ. ഫ്യൂച്ചർ ആവുമ്പോൾ will be വരും. a letter will be written by him. സെയിം കണ്ടോ? അപ്പൊ ആകെ ചേഞ്ച് എവിടെ വന്നത്? പ്രസന്റ് ആവുമ്പോൾ ഇസ് ആം ആർ, പാസ്റ്റ് ആവുമ്പോൾ വാസ് വർ, ഫ്യൂച്ചർ ആവുമ്പോൾ വിൽ ബി. ഇനി ഇതൊക്കെ സിമ്പിൾ പ്രസന്റ്, പാസ്റ്റ് ആൻഡ് ഫ്യൂച്ചർ ആണ്. ഇനി ഇത് കണ്ടിന്യൂസ് ഫോമിലേക്ക് വരികയാണെങ്കിൽ നമുക്കൊരു അഡീഷണൽ ബെനിഫിറ്റ് ഉണ്ട്. എന്താണെന്നറിയോ? കണ്ടിന്യൂസ് ഫോമിൽ ഫ്യൂച്ചർ ടെൻസ് വരുന്നില്ല. അപ്പോൾ നമ്മൾ പ്രസന്റും പാസ്റ്റും നോക്കിയാൽ മതി. ഇതിൽ വരുന്ന ചേഞ്ച് നിങ്ങൾ നോക്കുക. എങ്ങനെയാ വന്നത്? ഹി ഈസ് റൈറ്റിംഗ് എ ലെറ്റർ എന്തായി? എ ലെറ്റർ ഈസ് ബീങ് റിട്ടൺ ബൈ ഹിം. ലെറ്റർ എന്താണ്? ഒബ്ജക്റ്റ് അല്ല, ഇസ് ആം ആർ പ്ലസ് ING ഫോം ആയതുകൊണ്ട് തന്നെ നിങ്ങൾ ഇവിടെ ഒരു പുതിയ വേർഡിനെ കണ്ടു അല്ലേ? ബീയിങ്. അപ്പോൾ ING ഫോം ഉള്ളപ്പോൾ അവിടെ എന്തുണ്ട്? ബീയിങ് ഉണ്ട്. ബീയിങ് v3 പ്ലസ് ബൈ പ്ലസ് പി, ബാക്കിയൊക്കെ നമ്മൾ ചെയ്ത് തന്നെ. അപ്പോൾ ഹി ഈസ് റൈറ്റിംഗ് എ ലെറ്റർ ഈസ് ബീയിങ് റിട്ടൺ ബൈ ഹിം. അപ്പോൾ പാസ്റ്റിലേക്ക് നമ്മൾ പോവാണ്. പാസ്റ്റ് കണ്ടിന്യൂസ് നമ്മൾ എങ്ങനെ എഴുതും? ഹി ഈസ് റൈറ്റിംഗ് എ ലെറ്റർ എങ്ങനെ എഴുതും? ഹി വാസ് റൈറ്റിംഗ് എ ലെറ്റർ അല്ലേ? അവൻ കത്ത് എഴുതുകയായിരുന്നു. ഓക്കെ, ഹി വാസ് റൈറ്റിംഗ് എ ലെറ്റർ. എങ്ങനെ നമ്മൾ കൺവേർട്ട് ചെയ്യും? എ ലെറ്റർ. പാസ്റ്റ് ആവുമ്പോൾ ഈസ് ആം ആർ എന്തായി? വാസ് വർ ആയി. യെസ്, ഇത്തവണ അവർ അതേപോലെ വന്നു. എ ലെറ്റർ വാസ് റിട്ടൺ ബൈ ഹിം. സെയിം സംഭവം ഫ്യൂച്ചർ പഠിക്കുകയും വേണ്ട. ഓക്കെ, അപ്പോൾ ദ നെക്സ്റ്റ് വൺ ഇസ് പ്രസന്റ് പെർഫെക്റ്റ്. അൺഫോർച്ചുനേറ്റ്ലി ഇതിൽ ഫ്യൂച്ചർ നോക്കണം. അപ്പോൾ പ്രസന്റ് പെർഫെക്റ്റ് ഹി ഹാസ് റിട്ടൺ എ ലെറ്റർ. അതെങ്ങനെയാണ് കൺവേർട്ട് ആയത്? ഒബ്ജക്റ്റ് പ്ലസ് ഹാസ് ഓർ ഹാവ് പ്ലസ് ബീങ് എന്തായി? ബീൻ ആയി അല്ലേ? വില്ലൊക്കെ മാറിയിട്ട് അല്ലെങ്കിൽ വാസ് വെറൊക്കെ മാറിയിട്ട് ഹാസും ഹാവും ആയി. ബീങ് മാറിയിട്ട് ബീൻ ആയി. ഈ 2 ചേഞ്ചസ് ആണ് ഇവിടെ വരുന്നത്. v3 പ്ലസ് ബൈ പ്ലസ് പി. ഓക്കെ, അപ്പം നമ്മൾ ഇനി എങ്ങനെ എഴുതും? ഹി ഹാസ് റിട്ടൺ എ ലെറ്റർ. എ ലെറ്റർ ഹാസ് ബീൻ റിട്ടൺ ബൈ ഹിം. ഇനി നമ്മൾ നോക്കാം, ഇതിൻ്റെ പാസ്റ്റ് ആവുമ്പോൾ നമ്മൾ എങ്ങനെ എഴുതും? ഹി ഹാഡ് റിട്ടൺ എ ലെറ്റർ. He had written a letter. ഇത് കൺവേർട്ട് ചെയ്യുമ്പോൾ എങ്ങനെ വരാ? A letter had been written by him. Okay, a letter had been written by him. ഇനി ഇതേ സംഭവം ഫ്യൂച്ചറിൽ വരെയാണ്. നമ്മൾ ഇതിനെ ഫ്യൂച്ചറിൽ എങ്ങനെ എഴുതും? ഫ്യൂച്ചർ പെർഫെക്റ്റ് എങ്ങനെ എഴുതും? He will have written ലെറ്റർ. അപ്പോൾ ഇവിടെ ഹാസ് ഹാഡ് ആയ പോലെ മറ്റേത് എന്താവും?
will have been ആവും. Okay, will have been ആവും. Okay, അപ്പൊ അതെങ്ങനെ കൺവേർട്ട് ചെയ്യും? Letter will have been written by him. കേട്ടോ, സിമ്പിൾ അല്ലേ? അപ്പൊ സിമ്പിൾ ആയിട്ട് നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ ഇതൊക്കെ കൺവേർട്ട് ചെയ്തു അല്ലേ? അപ്പൊ നിങ്ങൾ പറയും മിസ് ഇങ്ങനെ പറഞ്ഞു തരുമ്പം എളുപ്പമാണ്. നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കിയാലോ? The chef cooks the meal. Okay, the chef cooks the meal. അപ്പൊ cooks കണ്ടപ്പോൾ നമുക്ക് എന്ത് മനസ്സിലായി? സിമ്പിൾ ആണല്ലേ? ക്വസ്റ്റ്യൻ സിമ്പിൾ ആണ്, ഇത് സിമ്പിൾ ടെൻസിലും ആണ്. Okay, the chef cooks the meal. The meal is cooked by the chef. Cooked by the chef. Okay, അത് കഴിഞ്ഞു. The teacher gave us homework. ആർക്ക് തന്നു? നമുക്ക് തന്നു അല്ലേ? അപ്പൊ we ആവുമ്പോ ടീച്ചർ ഗേവ് ആണ്, ഇത് പാസ്റ്റ് ആണ്, സിമ്പിൾ പാസ്റ്റിലാണ്. നമ്മൾ കുറെ ആൾക്കാരില്ലേ, അപ്പൊ വാസ് അല്ല വരിക. We were given homework. ആര് തന്നു? By the teacher. Next question. The team is writing the report. നമ്മൾ എന്ത് പറഞ്ഞു? ing ഫോം വരുമ്പോ എന്ത് വരും? ബീയിങ് വരും അല്ലേ? The report is, ഇവിടെ കണ്ടോ, is being written by the team. And ഇനിയുള്ള ലാസ്റ്റ് ക്വസ്റ്റ്യൻ, the storm damaged the building. ഇത് നിങ്ങൾക്കുള്ള ഹോംവർക്ക് ആണ്. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യന്റെ ആൻസർ നിങ്ങൾ താഴെ കോമെന്റ് ചെയ്യുക. വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്.